ഓം ശാന്തി. ഒരിക്കൽ ഒരിടത്ത് ഒരു ആത്മീക വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. ഒരു സാധക. താൻ പഠിച്ച കാര്യങ്ങൾ, അതായത് ആത്മീയപരമായി കാര്യങ്ങൾ പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ കുറേശ്ശെ കുറേശ്ശെ പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ലൊരു സ്പിരിച്വൽ സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയാണോ നിയമാനുസൃതമായി കാര്യങ്ങൾ പഠിക്കുന്നത്, ആ രീതിയിൽ തന്നെ ധ്യാനം ചെയ്തിരുന്നു, പലതരത്തിലുള്ള അഭ്യാസങ്ങൾ ചെയ്തിരുന്നു. ആ സമയത്തെല്ലാം അവർക്ക് നല്ല ശാന്തിയുടെയും ഫ്രഷ്നെസ്സിന്റെയും ഒക്കെ അനുഭവം ചെയ്യുമായി. അപ്പോൾ ആ കുട്ടി ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ എല്ലാ ദിവസവും നല്ലതുപോലെ ധ്യാനിക്കുന്നുണ്ട്, പക്ഷേ ആ ധ്യാനിക്കുന്ന സമയത്ത് മാത്രമല്ലേ എനിക്ക് ആ ഒരു ഫ്രഷ്നെസ്സും ശാന്തിയും ശക്തിയും ഒക്കെ ഫീൽ ചെയ്യുന്നുള്ളൂ. സ്ഥായിയായിട്ട് എന്തുകൊണ്ട് എനിക്കത് കിട്ടുന്നില്ല? ഈ ഒരു ചിന്ത ആ വിദ്യാർത്ഥിയുടെ മനസ്സിലുണ്ടായി. നമ്മളും അങ്ങനെ പഠിക്കുമ്പോൾ എന്തുകൊണ്ട് നന്നായിട്ട് പഠിച്ചിട്ടും എക്സാം വന്നപ്പോൾ എനിക്ക് എന്തുകൊണ്ട് മാർക്ക് കിട്ടിയില്ല? ഞാൻ നന്നായി പഠിച്ചിട്ടാണല്ലോ പോയത്, പക്ഷെ പരീക്ഷ വരുമ്പോൾ എഴുതാൻ പറ്റില്ല എന്ന കാര്യങ്ങളൊക്കെ അറിയാം. അതേ ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഈ കുട്ടി. അങ്ങനെ ഒരു ദിവസം ഒരു വൃദ്ധനായ യോഗി അവിടെ എത്തി. ആ യോഗിയുടെ മുൻപിൽ ഈ കുട്ടി തൻ്റെ എല്ലാ അവസ്ഥകളും, തൻ്റെ ആ ബുദ്ധിമുട്ടുകൾ എന്താണ് അത് പറഞ്ഞു. യോഗി ഇത് കേട്ട് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, ഇപ്പോൾ നീ കേവലം സാഗരത്തിന്റെ മുകളിലുള്ള തിരമാലകളിൽ മാത്രം കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മുകളിലുള്ള തിരമാലകൾ എങ്ങനെയായിരിക്കും? എന്നാൽ ആ തിരമാലകൾക്കടിയിലേക്ക്, ആഴങ്ങളിലേക്ക് നീ പോയി നോക്കൂ. അവിടെ ധാരാളം രത്നങ്ങൾ നിനക്ക് ലഭിക്കും. പുറമെ നിന്ന് നോക്കുന്നൊരു സാഗരമല്ല അതിൻ്റെ ആഴങ്ങളിലുള്ളത്. തികച്ചും വ്യത്യസ്തമായൊരു മേഖലയാണ് സാഗരത്തിന്റെ അടിത്തട്ട്. പുറവും ആഴവും തമ്മിൽ രാത്രിയും പകലും പോലുള്ള വ്യത്യാസമുണ്ട്. നീ ഇപ്പോഴും തിരമാലയിൽ കളിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ ആഴങ്ങളിലേക്കൊന്ന് മുങ്ങി നോക്കൂ. നിന്റെ അഭ്യാസത്തിന്റെ ലബോറട്ടറിയിൽ, പ്രയോഗശാലയിലേക്ക് നീ പോകും. നീ നല്ലതുപോലെ ഹോംവർക്ക് ചെയ്യൂ. പരംപിത പരമാത്മാവിന്റെ ആശ്രയത്തെ സ്വീകരിക്കൂ. മായയുടെ എല്ലാ പ്രകാരത്തിലുള്ള വിഘ്നങ്ങളിൽ നിന്നും രക്ഷപ്പെടും. അപ്പൊ ഈ വൃദ്ധനായ ആ യോഗിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ആ കുട്ടിക്ക് അതിന്റെ ആഴം എന്താണ്, എന്തർത്ഥത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നതെന്ന് മനസ്സിലായി. അപ്പൊ കേവലം നമ്മൾ അനുഭവിക്കേണ്ടത് ബാഹ്യമായ ശാന്തിയല്ല, പകരം ആന്തരികമായ സത്യമായ അനുഭൂതിയാണ് നേടേണ്ടത്. അങ്ങനെ നമ്മൾ ധ്യാനത്തിന്റെ ആഴങ്ങളിലേക്ക് പോകെ പോകെ ശരിക്കും ആ ശാന്തി എന്ന രത്നം, ശാന്തി എന്ന മുത്ത് നമുക്ക് മനസ്സിലാവും, അനുഭവിക്കാൻ സാധിക്കും. അതായത് നമ്മുടെ ധ്യാനത്തിന്റെ ആഴങ്ങളിലേക്ക് പോകുന്നതോടുകൂടി നമ്മുടെ ഉള്ളിലുള്ള ആത്മീയമായ ഗുണങ്ങൾ, ആത്മാവിന്റെ ജ്ഞാനം, ശക്തികൾ, ഇതെല്ലാം നമുക്ക് അനുഭവിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം രത്നം കയ്യിലുണ്ടല്ലോ, ജ്ഞാനം കൈവശമുള്ളത് കൊണ്ട് തന്നെ പിന്നെ ഏതൊരു പരിസ്ഥിതി വന്നാലും നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള സാധനം ഉപയോഗിക്കാൻ എളുപ്പമല്ലേ. അപ്പൊ ഏതൊരു പരിസ്ഥിതിയിലും വളരെ ശാന്തമായും സമർത്ഥമായും ഇരിക്കാൻ സാധിക്കും. അങ്ങനെ ആ സാധകയായ കുട്ടി വീണ്ടും തന്റെ പ്രാക്ടീസ് തുടരുകയും സ്ഥായി ഭാവത്തിൽ ശാന്തിയും ഫ്രഷ്നെസ്സും സഫലതയും എല്ലാം ജീവിതത്തിൽ അനുഭവിക്കാൻ ആരംഭിച്ചു. ഏതൊരു ശക്തിയായ, അല്ല സത്യമായ ശക്തി അല്ലെങ്കിൽ ശാന്തി, ആനന്ദം നമ്മൾ ആഗ്രഹിക്കുന്നു, അതെപ്പോഴും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ, അനുഭവിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ ആഴങ്ങളിൽ പോയിട്ട് അതിനെ കണ്ടെത്തണം. ബാഹ്യമായ കുറച്ച് അറിവുകൾ കൊണ്ട് മാത്രം അത് നമുക്ക് പൂർണ്ണമായിട്ടും സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇന്ന് അവ്യക്ത ബാഗ്ദാത കുട്ടികളായ നമ്മളോട് പറയുന്നു, യോഗത്തിന്റെ പ്രയോഗത്തിലൂടെ സിദ്ധിയുടെ സ്വരൂപനായി മാറും. അഭ്യാസത്തിന്റെ പ്രയോഗശാലയിലിരിക്കൂ, യോഗത്തിന്റെ പ്രയോഗം ചെയ്യൂ. അപ്പോൾ ഒരു ഭഗവാന്റെ ആശ്രയവും നമുക്കുണ്ടാകും,
മായയുടെ അനേക പ്രകാരത്തിലുള്ള വിഘ്നങ്ങളിൽ നിന്നും വേറിട്ടിരിക്കുന്ന അനുഭവം ചെയ്യാൻ കഴിയും. ഇപ്പോൾ ജ്ഞാനത്തിന്റെ സാഗരം, ഗുണത്തിന്റെ സാഗരം, ശക്തികളുടെ സാഗരം അതിൻ്റെ മുകളിലുള്ള തിരമാലകളിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കുണ്ടാകുന്ന റിഫ്രഷ്മെന്റും അല്പകാലത്തേക്കുള്ളതായിരിക്കും. എന്നാൽ നേരെ മറിച്ച് ആ സാഗരത്തിന്റെ ആഴങ്ങളിലേക്ക് പോവുകയാണെങ്കിലോ അനേക പ്രകാരത്തിലുള്ള വിചിത്രമായ അനുഭവങ്ങളുടെ രത്നങ്ങൾ നമുക്ക് കരസ്ഥമാക്കാനും സാധിക്കും. അപ്പൊ ഈ ഒരു അവ്യക്ത നിർദ്ദേശത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു മോട്ടിവേഷൻ എന്താണ്? അതിൽ ഒന്നാമത്തേത് സിറ്റ് ഇൻ ദ ലബോറട്ടറി ഓഫ് പ്രാക്ടീസ്. അഭ്യാസത്തിന്റെ പ്രയോഗശാലയിലിരിക്കും. റെഗുലർ ഫോക്കസിങ് ആൻഡ് റെഗുലർ ഫോക്കസ്ഡ് പ്രാക്ടീസ്. ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യൂ. നമുക്ക് ലബോറട്ടറി കുട്ടികൾ എങ്ങനെയാ പഠിക്കുക? ഒരു വിഷയം, ആ ഒരു ടോപ്പിക്കിന്റെ ഉത്തരം കിട്ടുന്നത് വരെ അവർ പ്രയോഗശാലയിൽ അത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ലബോറട്ടറി. ഇവിടെ നമ്മുടെ അഭ്യാസത്തിന്റെ ലബോറട്ടറിയിൽ നമ്മൾ അത് ചെയ്യും. നമുക്കതൊരു ഇന്നർ ഗ്രോത്ത് ഉണ്ടാക്കും. രണ്ടാമത്തേത് യോഗത്തിന്റെ പ്രയോഗമാണ്, പ്രാക്ടീസ് യോഗ. ഇത് മെഡിറ്റേഷൻ ഓർ യൂണിയൻ വിത്ത് ദ ഡിവൈൻ. യഥാർത്ഥമായ ശക്തി, പിന്നെ ക്ലാരിറ്റി, ഇതെല്ലാം നമ്മുടെ ചിന്തകളിൽ ഉണ്ടാവും. നമ്മൾ എത്രത്തോളം മെഡിറ്റേഷനിൽ, ധ്യാനത്തിൽ സിൻസിയർ ആകുന്നോ അത്രയും ക്ലാരിറ്റിയാണ് നമ്മുടെ ചിന്തകളിലും നമ്മുടെ ഓരോ കാര്യങ്ങളിലും ഉണ്ടാകുന്നത്. സ്ട്രെങ്ത് ഉണ്ടാവും. ഇനി മറ്റൊരു പോയിന്റ്, ടേക്ക് സപ്പോർട്ട് ഫ്രം ദ ഫാദർ. ഒരേ ഒരു ഭഗവാനിൽ നിന്ന് തന്നെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് എടുക്കുക. അതായത് ഒരു ഭഗവാനിൽ പൂർണ്ണമായും ആശ്രയം കണ്ടെത്തുക. റിലൈങ് ഓൺ ദ ഹയർ പവർ ഗീവ്സ് സ്റ്റെബിലിറ്റി അഡ്മിറ്റ്സ് ലൈഫ്സ് കയോസ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചുറ്റും എന്തെല്ലാം പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അതിന് നടുവിൽ ഒരു സ്ഥിരമായൊരവസ്ഥ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകാൻ ഈശ്വരന്റെ ആശ്രയത്വം നമ്മളെ സഹായിക്കും. അങ്ങനെ ചെയ്താൽ ഗുണം എന്താണ്? എക്സ്പീരിയൻസ് ഫ്രീഡം ഫ്രം ദ വേരിയസ് ഒബ്സ്റ്റക്കിൾസ് ക്രിയേറ്റഡ് ബൈ മായ. മീൻസ് ഇല്യൂഷൻസ് ഓഫ് വേർലി ഡിസ്ട്രാക്ഷൻസ് എന്നല്ല, ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള മായയായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന തടസ്സങ്ങൾ എന്താണോ അതിൽ നിന്നെല്ലാം വേറിട്ടിരിക്കുന്നതിന്റെ അനുഭവം ഉണ്ടാവും. ഡിറ്റാച്ച്മെന്റ് ഫ്രം ഇല്യൂഷൻസ്. നമുക്ക് പലതരത്തിലുള്ള തെറ്റിയ ധാരണകളുണ്ട്, മിഥ്യാധാരണകളുണ്ട്. അതിൽ നിന്നെല്ലാം നമ്മൾ വേറിട്ടിരിക്കുക. റിമൂവ് ഇന്നർ ഡിസ്റ്റർബൻസസ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഡിസ്റ്റർബൻസുകൾ ഉണ്ടെങ്കിൽ, ഇലച്ചിലുകൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം വേറിട്ട് നമുക്ക് എപ്പോഴും പീസ്ഫുൾ ആയിരിക്കാൻ സാധിക്കും. ഇനി ഭഗവാൻ പറയുന്ന മറ്റൊരു പോയിന്റ് ഇതാണ്, ദ മൂവ് ബിയോണ്ട് സർഫസ് ലെവൽ വേവ്സ്. പുറമേ കാണുന്ന തിരമാലകളിൽ നിന്നൊക്കെ വേറിട്ടിരിക്കും. കാരണം നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല കാര്യങ്ങളും കേവലം സൂപ്പർഫിഷ്യൽ എക്സ്പീരിയൻസുകളാണ്. അതിനപ്പുറം ഇന്നർ എക്സ്പീരിയൻസിലേക്ക് പോകും. ഗോ ഡീപ്പർ ഇൻ യുവർ സ്പിരിച്വൽ ജേർണി. ആത്മീക യാത്രയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലൂ. ദ ജേർണി ഫോർ ലാസ്റ്റിംഗ് ട്രാൻസ്ഫോർമേഷൻ. അതിലൂടെ നമുക്ക് എന്നേക്കുമായ സ്ഥായിയായ പരിവർത്തനം കൊണ്ടുവരാൻ സാധിക്കും. ഇല്ലെങ്കിലോ എന്നും ഇങ്ങനെ തിരമാലകൾ കുളിച്ചുകൊണ്ടിരിക്കും, കളിച്ചുകൊണ്ടിരിക്കും, എന്നും പ്രോബ്ലങ്ങളായിരിക്കും. ഇനി നമുക്ക് വേണ്ടത് ഡോണ്ട് സെറ്റിൽ ഫോർ ഷോർട്ട് ടേം റിഫ്രഷ്മെന്റ്. നമുക്ക് വേണ്ടത് താൽക്കാലികമായ ഒരു റിഫ്രഷ്മെന്റ് അല്ല, ഒരു താൽക്കാലിക ഉണർവല്ല വേണ്ടത്. പിന്നെയോ സീക്ക് ഡീപ്പ് എക്സ്പീരിയൻസ്. ഏതിൻ്റെയും ആഴത്തിലുള്ള അനുഭവം നമുക്കുണ്ടാകണം. കാരണം ടെമ്പററി ആയിട്ടുള്ള സന്തോഷങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഒരു സന്തോഷം വരും, അത് പോകും, പിന്നെ അത് വരും, വേറെ നിറങ്ങൾ മായുന്നത് പോലെ. ചില നിറങ്ങൾ അടിച്ചാൽ കുഴപ്പം എന്താ? നിറം പെയിന്റ് ചെയ്തോ അല്പം കഴിയുമ്പോൾ മങ്ങിപ്പോവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ മങ്ങാത്ത പെയിന്റ് അടിച്ചാലോ? അതേപോലെ ടെമ്പററി ജോയ്സ് ഫെയ്ഡ്സ്. താൽക്കാലികമായി നമ്മൾ കണ്ടെത്തുന്ന സന്തോഷമെല്ലാം ഇങ്ങനെ ഫെയ്ഡ് ആയിക്കൊണ്ടേയിരിക്കും. പുതിയ പുതിയ സന്തോഷത്തിന് പുറകെ ഓടിക്കൊണ്ടേയിരിക്കും. ഡീപ് കണക്ഷൻ ബ്രിങ്സ് എ എൻഡുവറിംഗ് പീസ് ആൻഡ് വിസ്ഡം. എന്നാൽ നമ്മൾ എത്രത്തോളം ഈശ്വരനുമായി ആഴത്തിലുള്ള കണക്ഷൻ വെക്കുന്നുവോ അത് നമ്മുടെ ഉള്ളിൽ കൂടുതൽ ശാന്തിയും അത്ര തന്നെ അറിവും നിറച്ചു നൽകുന്നു. പിന്നെ അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ജ്ഞാനം, ഗുണം, ശക്തികളുടെ സാഗരത്തിലേക്ക് ഇറങ്ങി ചെല്ലൂ. ഡൈവ് ഇൻ ടു ദ ഓഷ്യൻ ഓഫ് നോളജ്, വിർച്യൂസ് ആൻഡ് പവേഴ്സ്. ആ ആഴക്കടലേക്ക് എടുത്തങ്ങ് ചാട്. ഒന്നും ഭയക്കണ്ട, ഒരു ഡേഞ്ചറും ഇല്ല അതിനകത്ത്.
ദ ട്രൂ ട്രഷേഴ്സ് ലൈസ് നോട്ട് ഓൺ ദ സർഫസ്. നമുക്കറിയാം, യഥാർത്ഥ സമ്പത്ത്, യഥാർത്ഥ സ്വത്ത്, ഖജനാവുകൾ ഒരിക്കലും കടലിന്റെ മുകളിലല്ല, ബട്ട് ഇൻ ദ ഡെപ്ത് ഓഫ് യുവർ ഇന്നർ സെൽഫ്. അതേപോലെ പുറമേ കാണുന്ന ഞാനല്ല ഞാൻ, പകരം എൻ്റെ ഉള്ളിൽ ഒരു വിശാലമായ ഒരു ആഴത്തിലുള്ള ലോകമുണ്ട്. അതിലേക്ക് ഇറങ്ങിച്ചെല്ലൂ. അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥത്തിലുള്ള വ്യക്തിത്വത്തെയും നമ്മുടെ ശക്തികളെയും നമ്മുടെ ഗുണങ്ങളെയും നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ അറ്റ് ദ ബോട്ടം ഓഫ് ദ ഓഷ്യൻ, ആ സാഗരത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് then we will find unique experiences. നമുക്ക് തികച്ചും വിചിത്രമായ അനുഭവങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നല്ല അനുഭവങ്ങൾ നമുക്കുണ്ടാവും. മാത്രമല്ല, നമുക്ക് നല്ല സ്പീഷ്യസ് ജുവൽസ്, ഒരു സ്പിരിച്വൽ ഇൻസൈറ്റ്സ്, നമ്മുടെ ഉള്ളിലുള്ള ആത്മീക ദർശനങ്ങൾ, നമ്മുടെ ആത്മീകമായ മൂല്യങ്ങൾ, അതെല്ലാം നമുക്ക് നമ്മുടെ ഉള്ളിൽ തന്നെ കണ്ടെത്താൻ സാധിക്കും. Then when you go deep within, നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് എത്രത്തോളം ഇറങ്ങി ചെല്ലുന്നുവോ, then we will discover our true potential. നമ്മുടെ യഥാർത്ഥ ശക്തികൾ എന്താണ്, യഥാർത്ഥ കഴിവുകൾ എന്താണ്, ഡിവൈൻ ക്വാളിറ്റീസ് എന്താണ്, അതെല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ 3 എണ്ണമാണ്. അത് 1 ഡീപ്പ് മെഡിറ്റേഷൻ, 2 ഇന്നർ എക്സ്പ്ലറേഷൻ, ആൻഡ് 3 സ്പിരിച്വൽ റിലിയൻസ്. ഓം ശാന്തി.